കേരള സ്റ്റോറി സിനിമയ്ക്കെതിരായ CPM നീക്കം പാളി. ചിത്രത്തിന്റെ പ്രദർശനം ബോധവത്കരണത്തിന്റെ ഭാഗമെന്ന് സഭകളുടെ നിലപാടാണ് CPMന് തിരിച്ചടിയായത്. സിനിമ പ്രദർശിപ്പിക്കണോ വേണ്ടേ എന്നത് സഭകളുടെ തീരുമാനമാണെന്നും കേരള സ്റ്റോറി നിരോധിക്കണമെന്ന അഭിപ്രായമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സിനിമ പ്രദർശിപ്പിക്കാൻ കൂടുതൽ സഭകൾ മുന്നോട്ട് വന്നതോടെയാണ് CPM മലക്കം മറിച്ചത്. ഇടുക്കി രൂപത കുട്ടികൾക്കുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ബൈബിൾ പഠന ക്ലാസിനോടനുബന്ധിച്ച് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതാണ് ഇടതു വലതു മുന്നണികളെ ചൊടിപ്പിച്ചത്. വിഷയത്തിൽ CPM-ഉം കോൺഗ്രസും ക്രൈസ്തവ സഭകൾക്കെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചു. സഭകൾ പ്രതികരിച്ചതോടെ കോൺഗ്രസ് പിന്നോട്ടു പോയെങ്കിലും CPM നിലപാട് മയപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് കൂടുതൽ ക്രിസ്തീയ സഭകൾ സിനിമ ഇടവകകളിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചതാണ് CPM-ന് തിരിച്ചടിയായത്. ഇതോടെ നിലപാട് മയപ്പെടുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്തെത്തി. സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് ക്രൈസ്തവ സഭകളാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ക്രൈസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർത്തത്. രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് അവർ ഗൗരവപൂർവ്വം കാണുകയാണ്. ഔദ്യോഗികമായ തലത്തിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. LDF CAA വിഷയം മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുന്ന സമയത്ത് CPM-ന് വീണുകിട്ടിയ അവസരമായിരുന്നു കേരള സ്റ്റോറിയുടെ പ്രദർശനം. എന്നാൽ അതിന് ക്രൈസ്തവ സഭകൾ തന്നെ തടയിട്ടതും CPM-ന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.